നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഠിനംകുളം ആദര കൊലപാതക കേസിൽ പ്രതി ആരെന്നുള്ള സൂചന പുറത്തു വന്നതോടെ പല വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇൻസ്റ്റാഗ്രാം സുഹൃത്തിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ച് ഭർത്താവിനോട് ആദര 7 മാസം മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഈ സുഹൃത്തിനെ കുറിച്ച് 7 മാസം മുമ്പ് ആദര പറഞ്ഞിരുന്നതായി ഭർത്താവ് പോലീസിനോട് മൊഴി നൽകുകയായിരുന്നു. എന്നിട്ടും ഭർത്താവ് ആ സുഹൃത്തിനെ കുറിച്ചോ ബന്ധത്തെക്കുറിച്ചോ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. ഈ സുഹൃത്തിന്റെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ രാജീവ് അന്വേഷിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആദരയ്ക്ക് വധഭീഷണി ഉണ്ടായിരുന്നതിന് കൊലപാതകത്തിന് ശേഷമാണ് രാജീവ് ക്ഷേത്രത്തിലെ ചില അടുപ്പക്കാരോടും പോലീസിനോടും പറഞ്ഞത്. ഇതുകൊണ്ട് കഠിനംകുളത്ത് ആദരയെ കഴുത്തെടുത്തു കൊന്ന പ്രതി തിരിച്ചറിയാൻ പോലീസിനേറെ പ്രതിസന്ധികൾ നേരിട്ടു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പരിശോധിച്ച് ജോൺസൺ ഔസേപ്പാണ് കൊലയാളിയെന്ന് തിരിച്ചറിയാൻ 1.5 ദിവസത്തോളമാണ് സമയമെടുത്തത്. ഈ പഴുത് മുതലെടുത്ത് ഇയാൾ സ്ഥലം വിടുകയും ചെയ്തു. സൗഹൃദം മറ്റൊരു തലത്തിൽ കടന്നതോടെ ആദരയെ പലതവണ സുഹൃത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വിവാഹമോചനായി ഇയാൾക്കൊപ്പം ഇറങ്ങിച്ചെല്ലണമെന്ന ആവശ്യമായിരുന്നു ഭീഷണി. കൊലയിൽ കലാശിച്ചതും ഇതേ ഭീഷണിയും തർക്കവുമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതെല്ലാം ഭർത്താവിനും അറിയാമായിരുന്നു. എല്ലാ മാസവും ആദരയെ കാണാൻ ഇയാൾ കൊല്ലത്ത് നിന്നോ കൊച്ചിയിൽ നിന്നോ എത്തുകയും ചെയ്യുമായിരുന്നു. എല്ലാ 7 മാസം മുമ്പ് ഭർത്താവിന് അറിയാം. എന്നിട്ടും ഈ ശല്യക്കാരനെ ഭർത്താവ് കണ്ടെത്താൻ ശ്രമിച്ചില്ല. മറ്റാരോടെങ്കിലും പറഞ്ഞാൽ നാണക്കേട് ഉണ്ടാകുമെന്ന് ഭയന്ന് ആദര ആത്മഹത്യ ചെയ്യുമെന്നും ഭർത്താവിനോട് ഭീഷണി മുഴക്കിയിരുന്നു. യഥാർത്ഥത്തിൽ ആദരയുടെ ഫോട്ടോയും മറ്റും കാട്ടിയ സൈബർ തട്ടിപ്പിലൂടെ ജോൺസൺ പണം കൈക്കലാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ കൊലപാതകം തന്നെ ഒഴിവാക്കാമായിരുന്നു. കൊല്ലപ്പെട്ട ആദരയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു കൊലപാതകി. എറണാകുളം ചെല്ലാനം സ്വദേശി ജോൺസൺ ഔസേപ്പാണ് ഈ സുഹൃത്തെന്ന് തിരിച്ചറിയുകയായിരുന്നു. ജോൺസൺ ഔസേപ്പ് പെരുമാത്രയിൽ ഒരാഴ്ചയോളം വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. ആതിരയുടെ നാട്ടിലെത്തി പ്രതി വിവരങ്ങളൊക്കെ അന്വേഷിച്ചതായും സൂചനയുണ്ട്. കൃത്യം നിർവഹിച്ച ശേഷം പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടർ കണ്ടെത്തുകയായിരുന്നു. കൊല നടത്തിയ ശേഷം കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടറുമായാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലാണ് സ്കൂട്ടർ കണ്ടെത്തിയത്. ജനുവരി 21 രാവിലെ 11:30യോടെയാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്രത്തിലെ പൂജാരിയായ ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. നേരത്തെ യുവതി ജോൺസണുമായി പല സ്ഥലങ്ങളിൽ പോയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. യുവതിയുടെ ചിത്രങ്ങൾ കാട്ടി ബ്ലാക്ക് മെയിൽ ചെയ്താണ് ജോൺസൺ പണം തട്ടിയിരുന്നത്. ഒടുവിൽ കൂടെ പോകണമെന്ന് ജോൺസൺ യുവതിയോട് ആവശ്യപ്പെട്ടു. ഇത് യുവതി വിസമ്മതിച്ചു. കൃത്യം നടക്കുന്ന ദിവസം രാവിലെ 9 മണിയോടെ വീട്ടിലെത്തിയ ജോൺസന് യുവതി ചായ കൊടുത്തു. പിന്നീടാണ് യുവതിയെ എന്തോ നൽകി മയക്കുന്നതിന് ശേഷം കഴുത്തിൽ കത്തി കുത്തിവലിച്ചത്. അന്നേ ദിവസം രാവിലെ പ്രതി പെരുമാത്രയിലെ വാടക വീട്ടിൽ നിന്ന് കത്തിയുമായി പോകുന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 12,000-ഓളം ഫോളോവേഴ്സ് ഉള്ള ആളാണ് പ്രതി ജോൺസൺ. ആതിരയുടെ ഭർത്താവ് രാജീവ് പൂജാരിയായ അമ്പലത്തിന് തൊട്ടടുത്താണ് കൊല നടന്ന വീട്. ഈ വീട്ടിലേക്ക് പട്ടാപ്പകൽ ഒരാൾ വന്നു കയറിയത് ഭർത്താവ് അറിഞ്ഞിട്ടില്ല. ആതിരയുടെ മൃതദേഹം ആദ്യം കണ്ട് പോലീസിനെ വിവരം അറിയിച്ചതും ഭർത്താവാണ്. ഭർത്താവിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ പോലീസ് ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ഭർത്താവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെയും ജോൺസനെ കണ്ടെത്തുന്നതിലൂടെയും കേസിൽ വ്യക്തത വരും. ചെല്ലാനം സ്വദേശി ജോൺസൺ ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റാണ്. കൊല്ലത്തെ ഒരു സുഹൃത്തിന്റെ പേരുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ഇയാൾ സിം കാർഡ് എടുത്തിരിക്കുന്നത്. കൊല്ലം ദളവാപുരം സ്വദേശിയാണ് ജോൺസൺ ഔസേപ്പ്. ചെല്ലാനത്തു നിന്നുള്ള യുവതിയെ വിവാഹം കഴിച്ച് ഇവിടെ താമസമാക്കുകയായിരുന്നു. 5 വർഷമായി ഭാര്യയെ പിരിഞ്ഞ് കൊല്ലത്തും കൊച്ചിയിലുമായാണ് ഇയാളുടെ താമസം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.